എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് യൂസ്ഡ് കാസയല്ല, യൂസ്ഡ് ബൈക്കുകളുടെ എപ്പിസോഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കുറച്ച് അടിപൊളി യൂസ്ഡ് ബൈക്സിൻ്റെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാലമായി നമ്മളിപ്പോൾ യൂസ്ഡ് ബൈക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ കഴക്കൂട്ടത്തിനടുത്ത് തൃപ്പാദപുരം എന്ന സ്ഥലമുണ്ട്. അതിൽ ടെക്നോ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഇവരുടെ ഒരു ഓഫീസ് വരുന്നത്. ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവർ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഡോക്ടർ സെല്ലർ എന്നാണ് ഇവരുടെ ഓഫീസിന്റെ പേര്. അതേപോലെ തന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡി ഉണ്ട്, അതും ഡോക്ടർ സെല്ലർ എന്നാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരുടെ വാഹനങ്ങൾ ബൈക്കും കാറും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ. അത് ബൈക്കാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വാഹനങ്ങളിൽ OLXലോ ഒന്നും തന്നെ ഇവർ ഇടാറില്ല, ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലാണ് ഇടാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കയറി നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ലഭ്യമാകുന്നതാണ്. കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് തൃപ്പാദപുരം ടെക്നോ പാർക്കിന്റെ അടുത്തായിട്ടാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് അടിപൊളി ബൈക്സ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് ബൈക്കുകളുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്ന ആദ്യത്തെ വണ്ടി യമഹ R15 V3 സീരീസ് വണ്ടിയാണ്. 2019 മോഡലായ വണ്ടി ABS ഓപ്ഷനിലാണ് ലഭ്യമാകുന്നത്. 155 cc ആണ് പവർ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടിയുള്ളത്. ഏകദേശം 13,800 കിലോമീറ്ററോളം നിലവിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി, കമ്പനി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, കമ്പനി സർവീസാണ്. ഏകദേശം ഒരു 45 മുതൽ 50 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നല്ല, ഫൈനൽ റേറ്റ് ആണ് 1,28,000 രൂപയാണ്. 1,28,000 ഫൈനൽ റേറ്റ് ആണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ആവറേജ് ടയറേ ഉള്ളൂ, പുറകിൽ പുതിയ ടയറും ലഭ്യമായിട്ടുണ്ട്. ബാങ്ക് ലോണ് ഒരു 80% വരെയൊക്കെ ബാങ്ക് ലോണും ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന അടുത്ത വണ്ടിയും യമഹയുടെ R15 സീരീസ് V3 തന്നെയാണ്. 2019 നോൺ ABS ആണ് ഈ വണ്ടി. ABS വരുന്നില്ല, 2019 മോഡൽ തന്നെയാണ്. 155 cc സെയിം. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. 24,000 കിലോമീറ്ററോളം നിലവിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 75% രണ്ട് ടയേഴ്സും ലഭ്യമായിട്ടുണ്ട്. ഇതിനും ഒരു 45-50 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് 1,15,000 രൂപയാണ്. ഇത് ഫൈനൽ റേറ്റ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഇതിനും ഏകദേശം ഒരു 80% വരെയൊക്കെ ലോൺ സൗകര്യം ലഭ്യമാകുന്നുണ്ട്. നമ്മൾ അടുത്തായി കാണുന്ന ബൈക്ക് KTM ഡ്യൂക്കാണ്. 250 cc 2018 മോഡലായി വണ്ടി. നിലവിൽ 13,500 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. നിലവിൽ കമ്പനി സർവീസ് തന്നെയാണ് കംപ്ലീറ്റ്. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന ഫൈനൽ റേറ്റ് 1,65,000 രൂപയാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫൈനൽ റേറ്റ് ആണ്. ഏകദേശം ഒരു 1,00,000 രൂപ വരെ ലോൺ സൗകര്യം ഈ വണ്ടിക്ക് ലഭിക്കുന്നതാണ്. 65,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. ഏകദേശം ഒരു മൈലേജ് പറയുകയാണെങ്കിൽ 28 ടു ഒരു 35 കിലോമീറ്റർ റേഞ്ചിൻ്റെ ഉള്ളിൽ മൈലേജും ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ അടുത്തായി കാണുന്നത് വീണ്ടും യമഹ R15 സീരീസ് V2 ആണ്. 2015 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണുള്ളത്. ഇത് 150 cc ആണ് ഈ വണ്ടി. ഏകദേശം 38,000 കിലോമീറ്ററോളം നിലവിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മൈലേജ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 ടു 50 കിലോമീറ്ററൊക്കെ മൈലേജും ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് 64,000 രൂപയാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫൈനൽ റേറ്റ് ആണ് 64,000 രൂപ. ഒരു 60-70% ഒക്കെ ലോൺ സൗകര്യവും ഈ വണ്ടിക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ അടുത്തായി കാണുന്ന വണ്ടി ബജാജ് പൾസർ NS 200 എന്ന മോഡലാണ്. 2018 മോഡലായ വണ്ടി. നോൺ ABS കാറ്റഗറിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടിയുള്ളത്. ഏകദേശം 35,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിന് മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 28 ടു 35 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ ഇതിനും മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ റേറ്റ് ചോദിക്കുന്നത് ഇത് ഫൈനൽ റേറ്റ് ആണ്. 70,000 രൂപയാണ് ചോദിക്കുന്നത്. ഫൈനൽ റേറ്റ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
നമ്മൾ അടുത്തായി കാണുന്ന വണ്ടി KTM RC 200 ആണ്. ഇത് 2020 മോഡലാണ്. നിലവിൽ 10,000 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടിയുള്ളത്. ഏകദേശം ഒരു മൈലേജ് പറയുകയാണെങ്കിൽ 32 to 36 കിലോമീറ്റർ പെർ ലിറ്ററിനുള്ളിലൊക്കെ മൈലേജും ലഭിക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് പുതിയ വണ്ടി ഏകദേശം ഒരു 2,60,000 ആ ഒരു റേഞ്ചിൽ പുതിയ വണ്ടിക്ക് വില വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് 2,05,000 രൂപയാണ്. ഏകദേശം ഒരു 80% ലോൺ സൗകര്യം ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അവസാനത്തെ വണ്ടി കവാസാക്കിയുടെ നിഞ്ച 650 എന്ന മോഡലാണ്. ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2012 മോഡൽ വണ്ടിയാണ്. ഇവിടേക്ക് NOC എടുത്ത് കൊടുക്കുന്നതാണ്. സ്പോർട്ടി ടൈപ്പല്ല, അഡ്വഞ്ചർ ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ഡിമാൻഡ് കുറവുള്ള വണ്ടിയാണ് അഡ്വഞ്ചർ ടൈപ്പ്. നിലവിൽ അവിടെ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. ഏകദേശം ഒരു മൈലേജ് നോക്കുകയാണെങ്കിൽ 650 cc എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു 12-15 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന വില 2,15,000 രൂപയാണ്. 2012 മോഡൽ നിഞ്ച 650 2,15 ചോദിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു റേറ്റാണ്. അന്ന് 2012 ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് ഇതിന് വിലയുണ്ടായിരുന്നു. വേറെ ലോൺ സൗകര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിക്ക് ലഭിക്കുന്നതല്ല. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച ബൈക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വണ്ടികളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പറും ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ Instagram ID നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറി കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.